മുത്താരോ നോക്കിയേ. നീ എന്ത് പഠിക്കായിരുന്നോ? ഇല്ലടി, കുറച്ച് എഴുതാണ്ടായിരുന്നു. യെസ്, നീ കുറച്ച് ബാക്കിയുള്ള നാളെ എഴുതാം. നാളെ തന്നെ ഫ്രൈഡേ. നീ പറഞ്ഞ ഓർബുക്ക് എവിടെ? ഒരു വല്ലാത്തൊരു ബുക്കാടി, പേടിയാകും. ഇത് വായിച്ചതിന് മുമ്പ് നമുക്ക് അപ്പഴ ചോദിക്കാം. നീ ഇത് അപ്പൊ കരോ കഥകള്? പിന്നല്ല, ഓടിയന്റെ കഥയൊക്കെ നിറച്ചറിയാം. എന്നാ ബാ ചോദിക്കാം. അപ്പാ ചിന്നു വരാ. ഒടിയൻ്റെ കഥ. മുത്തശ്ശൻ പറഞ്ഞു തന്ന ഒരു ഒടിയൻ്റെ കഥയുണ്ട്, അത് പറഞ്ഞു തരാം. സ്കൂള് പൂട്ടുമ്പോൾ നമ്മളെല്ലാവരും പോകുന്നത് അമ്മ വീട്ടിലേക്കൊക്കെ. അതുപോലെ മുത്തശ്ശനും അതുപോലെ മുത്തശ്ശൻ്റെ മാമൻ, ഞങ്ങൾ കുട്ടിമാമ എന്ന് പറയും. അപ്പോൾ കുട്ടിമാമയുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി പോയത്. അത് കഴിഞ്ഞ് അവർ രാത്രി തിരിച്ചു വരികയാണ്. അപ്പോൾ രാത്രി തിരിച്ചു വരാൻ നേരത്ത് അവിടെയുള്ള എല്ലാവരും പറഞ്ഞു രാത്രി പോണ്ട, ഈ സമയത്ത് ആ വഴിയിലൂടെ പോണ്ട. അപ്പോൾ എന്നുവെച്ചാൽ ആ വഴിയിൽ ഇതുപോലെ ഒടിയന്മാരും ഒടിമറിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ, അപ്പോൾ അതുകൊണ്ട് ആ വഴിക്ക് പോണ്ടാന്ന്. അങ്ങനെ മുത്തശ്ശനെയും കൊണ്ട് രാത്രി ആ വഴിക്ക്. ആ വഴി എന്ന് പറയുമ്പോൾ പറങ്കിമാവിൻ്റെ തോട്ടാണ്. ഇരുട്ട് വെളിച്ചുണ്ടെങ്കിലും നിലാവ് പോലുള്ള സ്ഥലം. അപ്പോൾ ആ സ്ഥലത്തൂടെ ഇവർ നടന്നു വരും. മുന്നിലൊരു പൂത്ത്. അപ്പോൾ പൂത്തിൻ്റെ പിന്നാലെ പോയി അവർ നോക്കുമ്പോൾ അവരെത്തുന്ന ഒരു തൊഴുത്തിലാണ്. വീണ്ടും ആ തൊഴുത്ത് അവിടെ നോക്കുമ്പോൾ പോത്തിനെ കാണാൻ. പുറത്ത് പോകുമ്പോഴും വീണ്ടും തിരിച്ച് ആ തൊഴുത്തിലേക്ക് തന്നെ എത്തിക്കൊണ്ട്. അപ്പോൾ കുട്ടിമാമയ്ക്ക് മനസ്സിലായി. കുട്ടിമാമ മുത്തശ്ശനോട് പറഞ്ഞു, എൻ്റെ കുട്ടി ഇവിടെ കിടക്ക്, നമുക്കിവിടെ കിടക്കാം, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് പുലർച്ചയ്ക്ക് പോവാമെന്ന്. അങ്ങനെ അവരവിടെ കമന്ന് കിടന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കുട്ടിമാമ വിളിച്ച് അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നടന്ന് പുറത്തെത്തിയപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, എന്താണ് കുട്ടിമാമ എന്തിനാ പറഞ്ഞ അങ്ങനെ കിടക്കും? അപ്പോൾ കുട്ടിമാമ പറഞ്ഞു, മക്കളെ അത് ഒടിമറിഞ്ഞ് വന്നതാണ്, ഒടിയനാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളതിനെ തിരിച്ചു നോക്കുകയോ ആ കമിഴ്ന്ന് കിടന്ന് നമ്മൾ എണീക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ സംഭവിക്കും. ഹലോ, ഞാൻ വിളിക്കാം. എടി, നിന്റെ അപ്പം പറഞ്ഞ കാര്യം സത്യാണോ? എടി, അതിപ്പോ ലൈറ്റ് ഓൺ ആക്ക്. എന്നിട്ട് കറണ്ട് പോയിരിക്കാനേ, ഫോണിൽ ലൈറ്റ്. അപ്പാടെ ഇത് എന്താ വെച്ചോണ്ട് പോയി നോക്കാം. ഇവിടെ പേടിയാണ്. ബാ നോക്കാം. പാറുന്റെ വീട്ടില് നീ എന്തായി പറയാ? പാറുനും അതിനും കാണാനില്ല. അല്ലാന്നോ? അതൊക്കെ നിന്റെ തോന്നലോ? സത്യം, അവള് ഇവിടെ എന്തോ ഉണ്ട്, നമുക്ക് നോക്കാം. ഞാൻ വിളിക്കട്ടോ. ഓക്കെ, ഇതെന്താ രണ്ടുപേരും ഇങ്ങനെ നിൽക്കണേ? വാ, ഇവിടെ വന്നിരുന്ന്, ഇവിടെ ഇരുന്ന്.
എന്താണ് എന്താ പറ്റിയത്? എന്താണ്? അങ്കിൾ അവിടെ എന്തോ ഉണ്ട്, ഞാൻ കണ്ടതാണ്. കൊറേ നേരമല്ലേ പോന്നിട്ട്. ഉപ്പനവിടെ വന്നിരുന്നു, ഞാൻ അപ്പാട് പറഞ്ഞല്ലേ. നീ അവിടെ വന്നോ? എപ്പോ? നിന്നെ കാണാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന്. അല്ല, ഞാൻ വന്നിരുന്നു. അത് ഞാനൊരു കഥ പറഞ്ഞു കൊടുത്തതാ. ഇപ്പൊ രണ്ടുപേരും അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ആകെ പേടിച്ചിരിക്കുക. ആ അത് ശരി, ആ കഥ കേട്ട് നിനക്ക് തോന്നിയതാവും, പേടിക്കണ്ട. ശരി ഇരിക്കേ. ഇല്ലല്ല, അവളുടെ ഉമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പാ ഈ ശരിക്ക് പ്രായമാട്ടോ? ഉറങ്ങ്, നാളെ സ്കൂളിലുള്ളതാ. ആ